ഹായ് ഹലോ ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുട്ടത്തുനിന്ന് കാഞ്ഞാറ് വഴി നമ്മൾ പുള്ളിക്കാനം എസ്റ്റേറ്റ് വഴി വാഗമൺ പോകുമ്പോൾ മുട്ടം ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് 3.7 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴത്തേനും വഴിയുടെ ഇടതുവശത്തായിട്ട് LP സ്കൂൾ കോളപ്ര കാണാം. ആ കോളപ്ര സ്കൂളിനോട് ചേർന്ന് ആ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി നമ്മൾ ഈ പാടത്തിൽ കാണുന്ന ഒരു പാലമാണ്. ആ വഴി ചെല്ലുന്നത് അതൊരു 1 വേ പാലമാണ്. അതിന് മുകളിൽ ലൈറ്റ് ഇൻഡിക്കേഷനുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ഒരു റെഡും പച്ചയും 2 ലൈറ്റ് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ കുളമാവ് ഡാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴുള്ള ആ മലയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. നമ്മൾ ഈ കോലപ്ര പാലത്തിൻ്റെ ഇതിപ്പം അങ്ങേ എൻഡിൽ ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് പാലം കഴിഞ്ഞ് അങ്ങേ എൻഡിൽ ചെന്ന് അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ കാണുന്നത്. ഈ മുകളിൽ കാണുന്നത് ഒരു വലിയ മലനിരയാണ്. ഈ കാണുന്നതാണ് ഈ നമ്മുടെ ഈ മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ. ഇങ്ങനെ അവിടെ നമ്മുടെ കുളമാവിൽ നിന്ന് വിദ്യുശക്തി ഉൽപ്പാദിപ്പിച്ച് അതിന് ശേഷം അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ തടഞ്ഞു നിർത്തി ഈ മലങ്കര ഡാമിൽ നിന്ന് കൃഷിയൊക്കെ ആയിട്ട് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡാമിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ലൈറ്റ് പച്ചയും ചുമലയും മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ആൾക്കാർ ചുമലയാണെങ്കിൽ പോലും ഇവിടുന്ന് പോകുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ പാലത്തിൽ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പം ഇത് വലിയ ട്രാഫിക്കുള്ള പാലമല്ല. കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മളങ്ങോട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ അവിടുന്ന് പിന്നെ വിദ്യുശക്തി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ഇടുക്കിയുടെ വിദ്യുശക്തി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളം അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ മലയിൽ നിന്ന് വെള്ളം ഇതുപോലെ ഒഴുകി വരുന്നുണ്ട്. അരുവിയായിട്ട് ഒഴുകി വന്ന് ഇതിലേക്ക് ചേരുന്നുണ്ട്. ഈ മലനിരകളുടെ മുകളിലാണ് ഇലവീഴ പൂഞ്ചിറ. ആ ഒരു മലയാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ കാണുന്ന വലിയ മല ഇലവീഴ പൂഞ്ചിറയുടെ മലയാണ്. ഇതിലൂടെ കുറേ കൂടെ അങ്ങ് ചെല്ലുമ്പോഴത്തേന് ഒരു 4 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് മലങ്കര ഡാം. ഈ കാണുന്നത് തറവാട് എന്ന് പറഞ്ഞ ഷാപ്പാണ്. ഫുഡിന് വളരെ ഫേമസ് ആണ്. നമ്മൾ ഈ പാലം കടന്ന് അക്കരെ എത്തുമ്പോൾ ഇടതുവശത്താണ് തറവാട് എന്ന് പറഞ്ഞ ഷാപ്പ് കാണുന്നത്. ഷാപ്പ് ഇവിടെ നിന്നുള്ള ഫസ്റ്റ് ലെഫ്റ്റിലേക്കുള്ള ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ ഷാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വഴിയിൽ നിന്ന് വണ്ടികളൊക്കെ കയറി പാർക്ക് ചെയ്യാം. ഷാപ്പല്ല, പക്ഷേ അവിടെ നമ്മൾ ഫാമിലി ആയിട്ട് കയറി ഫുഡ് കഴിക്കാനുള്ള അവിടെ സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ആ ഒരു പിന്നെ വണ്ടി ഇടാം. അവിടെ തന്നെ നമുക്ക് പല ഔട്ട്ഡോറിലിരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ അകത്ത് ഈവൻ ലേഡീസ് പോലും തന്നെ വന്ന് കഴിച്ചിട്ട് പോകുന്ന അത്രയും സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഫുഡാണ്. അതുപോലെ തന്നെ കോസ്റ്റും അതുപോലെയുള്ളൂ, കുറവാണ്. അവിടെ നമ്മുടെ ഈ റൂട്ട് വഴി ഈ യാത്ര പോകുമ്പം അവിടെ കയറി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. തറവാട് ഷാപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷേ ആ ഷാപ്പ് അതിൻ്റെ ആദ്യമേ ചെല്ലുന്ന ഒരു സൈഡിൽ നിന്നുള്ള എൻട്രൻസേ ഉള്ളൂ. അതല്ലാതെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അകത്തേക്ക് കയറുമ്പോഴത്തേനും വേറൊരു എൻട്രൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിയായിട്ടോ ഈവൻ ലേഡീസ് തന്നെയോ പോയാലും അവിടെ കയറിയിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. വളരെ നല്ല ഒരു ഇതാണ് അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിത് കുളമാവ് ഡാമിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേനും മല്ലഞ്ചെരുവിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് ഇത്. നമ്മൾ ഇതാണ് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ. അത് നമ്മളിവിടെ ഇങ്ങനെ ഇത് ശരിക്കും ഒഴിവരുന്ന ഈ പെയ്ത് വരുന്ന വെള്ളം മാത്രമല്ല, മെയിനായിട്ട് ഇടുക്കി ഡാമിൽ നിന്ന് വിദ്യുശക്തി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് വരുന്ന വെള്ളമാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് എല്ലായിടത്തേക്കും നമുക്കൊക്കെ ഇങ്ങോട്ടുള്ള ഇത് വരുന്നത്. ഇതാണ് നമ്മൾ തറവാട് എന്നുള്ള ഷാപ്പിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. നമ്മുടെ ചാനൽ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ റൂട്ട് വഴി വാഗമണ്ണിൽ പോകാനാണെങ്കിൽ ഈ മുട്ടം വന്ന് കാഞ്ഞാറ്
ഉള്ളിക്കാനം എസ്റ്റേറ്റ് വഴി വാഗമണ് പോകാം. പോകുന്ന വഴിക്ക് ഈ വെള്ളച്ചാട്ടമുണ്ട്, അതുപോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നല്ല ഒരു റൂട്ടാണ് പോകാൻ വേണ്ടി. ഇതിപ്പം എൻ്റെ ഒരു കസിൻ വന്നപ്പോഴത്തേനും അവനെ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്ത് വാഗമൺ പോയ വഴിക്കെടുത്ത വീഡിയോ ആണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.